ദൈവസ്വരം കേട്ട് നസ്രത്തിലേക്ക് തിരുക്കുടുംബത്തെ നയിച്ചവനെ, ദൈവഹിതത്തെ പിൻചൊല്ലിടുവാൻ ഈശോയ്ക്കു മാതൃകയായവനെ, അനുസരണത്തിൻ നിദാനമേ എളിമതൻ വിളനിലമായവനെ, സർവേശനേകിയ ദർശനങ്ങൾ പൂർണ്ണമായി പാലിച്ച പുണ്യവാനേ, തിരുസഭാമാതാവിൻ പാലകനെ, മക്കളാം ഇവരെ നീ ഓർക്കണമേ. പാലകന്റെ പാധേയം കണ്ണുനീർ എന്നു മാറുമോ, വേദനകളെന്നു തീരുമോ, കണ്ണുനീർ എന്നു മാറുമോ, വേദനകൾ എന്നു തീരുമോ, കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനാ നീ വരണേ, കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ. ഇഹത്തിൽ ഒന്നുമില്ലായേ, നേടിയതെല്ലാം മിഥ്യയേ, ഇഹത്തിൽ ഒന്നുമില്ലായേ, നേടിയതെല്ലാം മിഥ്യയേ, പരദേശിയാണുലകിൽ ഇവിടെന്നും അന്യനല്ലോ, പരദേശിയാണുലകിൽ ഇവിടെന്നും അന്യനല്ലോ, പരനേ വിശ്രമനാട്ടിൽ ഞാൻ എത്തുവാൻ വെമ്പൽ കൊള്ളുന്നേ, പരനേ വിശ്രമനാട്ടിൽ ഞാൻ എത്തുവാൻ വെമ്പൽ കൊള്ളുന്നേ. ഒട്ടും താമസം വയ്ക്കല്ലേ, നിൽപ്പാൻ ശക്തി തെല്ലുമില്ലായേ, ഒട്ടും താമസം വയ്ക്കല്ലേ, നിൽപ്പാൻ ശക്തി തെല്ലുമില്ലായേ. ആരാധന ഗീതം പാടി ഞാൻ അങ്ങയെ കാത്തിരിപ്പു, ആരാധന ഗീതം പാടി ഞാൻ അങ്ങയെ കാത്തിരിപ്പു. ആശ്വാസമേകണമേ, ആനന്ദദായകനേ, ആശ്വാസമേകണമേ, ആനന്ദദായകനേ. ഞാൻ നിങ്ങൾക്ക് മുമ്പേ പോയി ഞാൻ നിങ്ങൾക്കൊരു ഭവനം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരികയും നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും. കർത്താവേ, അങ്ങ് ആയിരിക്കുന്ന ഭവനത്തിൽ
ഞങ്ങളുമായിരിക്കാനാണല്ലോ അവിടുന്ന് ആഗ്രഹിക്കുന്നത്. ഈശോയെ, ദൈവഭവനത്തെക്കുറിച്ചുള്ള, സ്വർഗഭവനത്തെക്കുറിച്ചുള്ള ചിന്ത കൊണ്ട് ഞങ്ങളുടെ മനസ്സിനെയും ഹൃദയത്തെയും നിറയ്ക്കണമേ. ഞങ്ങൾ ഈ ഭൂമിയെ ഒരുപാട് ചേർത്ത് വെക്കുകയും ഇവിടെ മാത്രമാണ് ഞങ്ങളുടെ ജീവിതമെന്ന് ചിന്തിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതം വഴി മാറുകയും ചെയ്യുമ്പോൾ സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്ത കൊണ്ട് ഞങ്ങളുടെ മനസ്സിനെയും ഹൃദയത്തെയും നിറയ്ക്കണമേ. നമുക്ക് ഈശോയിലേക്ക് നോക്കാം. ഈശോ പറഞ്ഞു, ഞാൻ വീണ്ടും വരും. ഞാൻ വീണ്ടും വരുന്നത് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുവാനാണ്, ദൈവഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ. സ്നേഹം തരാൻ ഒരാത്മാവ് പോലും നഷ്ടമാകുന്നത് ഈശോയ്ക്ക് ഇഷ്ടമല്ല. ഈശോയുടെ കുരിശുമരണം ഏതൊരാത്മാവിൻ്റെയും, ഇപ്പോഴും അപരാധത്തിൽ മുഴുകിക്കഴിയുന്ന ഏതൊരാത്മാവിൻ്റെയും വീണ്ടെടുപ്പിന് വേണ്ടിയിട്ടാണല്ലോ. നമുക്ക് സ്നേഹത്തോടെ നമ്മെ ഓരോരുത്തരെയും കർത്താവിൻ്റെ മുമ്പിലേക്ക് കൊടുക്കാം. ഈശോയെ, നിരന്തരം ഭൂമിയിൽ യാത്ര ചെയ്ത കുടുംബമായിരുന്നുവല്ലോ നിന്റെ തിരുക്കുടുംബം. ആ യാത്രയിലെല്ലാം നീ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് ബലവും ശക്തിയും ഉണ്ടായി. അവർക്ക് ഉറപ്പുണ്ടായിരുന്നു അവർ ഈ ഭൂമിയുടെ മാത്രമല്ല, അവരുടെ യഥാർത്ഥ ഭവനം സ്വർഗഭവനമാണെന്ന്. പലപ്പോഴും ഈശോയെ, ഈ ഭൂമിയെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും ഇവിടെ ലഭിക്കുന്ന കാര്യങ്ങളിൽ മാത്രം ആശ്രയിക്കുകയും ചെയ്യുന്ന പാവപ്പെട്ട മനുഷ്യരാണ് ഞങ്ങൾ. സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്ത കൊണ്ട് ഞങ്ങളുടെ മനസ്സിനെ നിറയ്ക്കണമേ. സ്വർഗഭവനത്തെക്കുറിച്ചുള്ള ധാരണ കൊണ്ട് കർത്താവെ ഞങ്ങളുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ഈശോയിലേക്ക് നമുക്ക് നമ്മളെ തന്നെ കൊടുക്കാം. സ്വർഗത്തിൽ കണ്ണുറപ്പിക്കുന്നൊരു മനുഷ്യന് ഈ ഭൂമിയിൽ ഉണ്ടാകുന്ന ഏതൊരു പ്രതിസന്ധിയെയും മറികടക്കാനുള്ള കരുത്തും ശക്തിയും കിട്ടുമല്ലോ. എത്തേണ്ട സ്ഥലത്തെക്കുറിച്ചുള്ളൊരു ബോധ്യം എനിക്ക് ഉണ്ട് എങ്കിൽ യാത്രയിലെ പ്രതിസന്ധികളെ ബോധപൂർവവും ധൈര്യപൂർവവും നേരിടുവാൻ എനിക്ക് കഴിയുമല്ലോ. ഈശോയെ, അങ്ങയുടെ ഭവനത്തെക്കുറിച്ചുള്ള ചിന്ത കൊണ്ട് എൻ്റെ മനസ്സിൽ നിറയ്ക്കണമേ. ഈശോയിലേക്ക് നമ്മളെ തന്നെ കൈയാളിച്ചുകൊണ്ട് അർപ്പിച്ചുകൊണ്ട് സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ഭൂമിയിൽ ഞങ്ങൾ പരദേശികളാണ് എന്നും നിത്യമായ ഭവനം സ്വർഗഭവനമാണ് എന്നും ഞങ്ങളെ ഒരിക്കൽ കൂടി നീ ഓർമ്മപ്പെടുത്തണമേ. ഈ ഭൂമിയിൽ എല്ലാ കാലത്തുമായി നിലകൊള്ളുന്ന ഒന്നും ഞങ്ങൾക്കില്ല എന്നും എല്ലാ കാലത്തും നിലകൊള്ളുന്നത് അങ്ങയുടെ സ്വർഗഭവനം മാത്രമാണ് എന്നുള്ള ചിന്ത കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ വിശ്വാസക്കുറവിനെ നീ പരിഹരിക്കണമേ. സ്വർഗത്തിലേക്ക് എപ്പോഴും കണ്ണുയർത്തുവാൻ ദൈവമേ ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. അതെ, എൻ്റെ യാത്ര സ്വർഗയാത്രയാണ്. ഈ ഭൂമി എൻ്റെ സ്വന്തമല്ല. ഞാൻ ആരോടെല്ലാം ചേർന്നിരിക്കുന്നുവോ അവരൊന്നും എൻ്റെ യഥാർത്ഥത്തിൽ സ്വന്തമല്ല. ഞാൻ എൻ്റെ കർത്താവിൻ്റേതാണ്. ഞാൻ എൻ്റെ ഈശോയുടേതാണ്. ഞാൻ എൻ്റെ കർത്താവിൻ്റെ മാത്രമാണ്. സ്നേഹത്തോടെ ഈശോയ്ക്കായി സമ്പൂർണമായി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. ഈശോ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സ്വർഗഭവനം ഒരുക്കിയതിൽ വേഗമെന്നെ ചേർക്കാനെൻ്റെ പ്രിയൻ വന്നിടും. ആ നല്ല നാളിനാ കാത്തിരുന്നേ. സ്നേഹമെന്നിൽ ദിനം തോറും വർദ്ധിച്ചിടുന്നേ. സ്വർഗഭവനം ഒരുക്കിയതിൽ വേഗമെന്നെ ചേർക്കാനെൻ്റെ പ്രിയൻ വന്നിടും. ആ നല്ല നാളിനാ കാത്തിരുന്നേ. സ്നേഹമെന്നിൽ ദിനം തോറും വർദ്ധിച്ചിടുന്നേ. എൻ്റെ ഹൃദയത്തെ തൊടുവാൻ
ശരീരത്തിലേകുമെന്ന് യേശുവേ ഞാൻ ഒരിക്കലും നനച്ചതില്ല. 10,000-ൽ ശ്രേഷ്ഠൻ എനിക്കേറ്റം പ്രിയമുള്ള നാഥൻ, എൻ്റെ ഹൃദയം കവർന്ന പ്രേമകാന്തൻ, സർവാംഗ സുന്ദരൻ യേശു. ഈ ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും മനുഷ്യകരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും സ്വർഗീയവുമായ ഒരു ദൈവിക ഭവനം എനിക്കുണ്ട്. ഈ ധാരണയാണല്ലോ പൗലോസിനെ രൂപാന്തരപ്പെടുത്തിയത്. ഈ ധാരണയാണല്ലോ ദൈവമക്കളെ എല്ലാം രൂപാന്തരപ്പെടുത്തേണ്ടത്. അതെ, ഒരിക്കലും നശിക്കാൻ ഒരു വിധത്തിലും അവസരമില്ലാത്ത ഒരു ദൈവഭവനം എനിക്കുണ്ട്. ഓ ഈശോയെ, സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്ത ഞങ്ങളുടെ മനസ്സിനെ, ഞങ്ങളുടെ ഹൃദയത്തെ ഈ സമയം ആവരണം ചെയ്യട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങയുടേതാണല്ലോ, ഞങ്ങൾ അങ്ങയുടേത് മാത്രമാണല്ലോ. ഈ ഭൂമിയിൽ ഞങ്ങൾ പരദേശികളാണല്ലോ. ഞങ്ങൾ അങ്ങയുടേതാണെന്നുള്ള ധാരണ കൊണ്ട് ഞങ്ങളുടെ മനസ്സിനെ നിറയ്ക്കണമേ കർത്താവെ. അതുകൊണ്ട് ഓരോ ആത്മാവിനെയും അങ്ങേക്കായി തേടിപ്പിടിക്കുവാൻ ഈ ലോക ജീവിതകാലത്ത് ഞങ്ങളെ നീ അനുവദിക്കണമേ. ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവാൻ ഞങ്ങളുടെ കരങ്ങളെയും ഞങ്ങളുടെ ഹൃദയങ്ങളെയും അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ. ഈശോയെ, ഞങ്ങൾ അങ്ങയുടേതാണ്, ഞങ്ങൾ അങ്ങയുടേത് മാത്രമാണ്. യൗസേപ്പ് പറഞ്ഞതുപോലെ, അമ്മ മറിയം പറഞ്ഞതുപോലെ, ഈശോ, ഞങ്ങൾ നിൻ്റേത് മാത്രമാണ്, നിൻ്റേത് മാത്രം ദൈവമേ. പരദേശിയാണുലകിൽ ഇവിടെന്നും അന്യനല്ലോ, പരദേശിയാണുലകിൽ ഇവിടെന്നും അന്യനല്ലോ. അങ്ങയെ സ്നേഹിക്കുന്നു ഞാൻ, അങ്ങയെ ആരാധിക്കുന്നേ, അങ്ങയെ സ്നേഹിക്കുന്നു ഞാൻ, അങ്ങയെ ആരാധിക്കുന്നേ. സ്നേഹം മാത്രമായവനേ, സ്നേഹമേകി വാഴ്ത്തിടുന്നേ, അങ്ങയെ സ്നേഹിക്കുന്നു ഞാൻ. സഹോദരങ്ങളെ, വിശുദ്ധ യൗസേപ്പ് പിതാവിനോടൊപ്പമുള്ള നമ്മളുടെ ഈ ആത്മീയ യാത്രയുടെ 32ാമത്തെ ദിവസമാണ് ഇന്ന്. വിഷയത്തിലേക്ക് പ്രവേശിക്കും മുമ്പ് വിശുദ്ധ യൗസേപ്പിന് മാലാഖ കൊടുത്ത ഒരു പ്രാർത്ഥനയായി പറയുന്ന പ്രാർത്ഥനയും അവനവൻ്റെ ജീവിതത്തിലുടനീളം, പ്രത്യേകിച്ചും കുടിയേറ്റ കാലത്ത്, പരദേശിയെപ്പോലെ അലഞ്ഞ കാലത്ത് അവൻ ചെയ്ത ഈ പ്രാർത്ഥനയും നമുക്ക് ഒരുമിച്ച് സ്നേഹത്തോടെ നിങ്ങൾ ആത്മാവിൽ ഈ പ്രാർത്ഥന ഏറ്റെടുത്ത് ചെല്ലുക. ഞാൻ ഇത് ചെല്ലാം, പ്രാർത്ഥിക്കാം. എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഇന്നേ ദിവസം അങ്ങയുടെ തിരുഹിത പ്രകാരം ആരംഭിക്കുവാൻ ആവശ്യമായ കൃപകൾ നൽകി എന്നെ സഹായിക്കണമേ. എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എൻ്റെ സംസാരം അങ്ങയുടെ തിരുവിഷ്ടപ്രകാരമാകുവാൻ ആവശ്യമായ കൃപകൾ നൽകി എന്നെ സഹായിക്കണമേ. എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഞാൻ കഴിക്കുന്ന ഈ ആഹാരം അങ്ങയുടെ തിരുഹിത പ്രകാരം ഭക്ഷിക്കുവാൻ ആവശ്യമായ കൃപകൾ നൽകി എന്നെ സഹായിക്കണമേ. എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എൻ്റെ ഈ യാത്ര അങ്ങയുടെ തിരുഹിത പ്രകാരം പൂർത്തിയാക്കുവാൻ ആവശ്യമായ കൃപകൾ നൽകി എന്നെ സഹായിക്കണമേ. എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എൻ്റെ എല്ലാ പ്രവൃത്തികളും അങ്ങയുടെ തിരുഹിത പ്രകാരം പൂർത്തിയാക്കുവാൻ ആവശ്യമായ കൃപകൾ നൽകി എന്നെ സഹായിക്കണമേ. എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ,
എൻ്റെ ഈ പ്രാർത്ഥന കേൾക്കണമേ. യോസേപ്പ് പിതാവ് തൻ്റെ ജീവിതത്തിലുടനീളം പ്രാർത്ഥിച്ചതായി പറയപ്പെടുന്ന പ്രാർത്ഥനയാണ് ഇത്. പാലകൻ്റെ പാഥേയം എന്ന ആ ചെറിയ ബുക്ക്ലെറ്റിൽ നിങ്ങൾക്ക് ഈ പ്രാർത്ഥന ലഭിക്കും. ഈ ദിവസം നമ്മൾ ധ്യാനിക്കുന്നത് കുടിയേറ്റക്കാരുടെ ആശ്വാസമായി യൗസേപ്പ്. ദൈവവചനം, പരദേശിയെ സ്നേഹിക്കുക, ഈജിപ്തിൽ നിങ്ങൾ പരദേശികളായിരുന്നുവല്ലോ. നിയമാവർത്തന പുസ്തകം 10-ാം അധ്യായം 19-ാം തിരുവചനം. തിരുക്കുടുംബം ഒരു യാത്രയിലായിരുന്നു. നമ്മളും ഒരു യാത്രയിലാണ്. ഇതൊരു ആത്മീയ യാത്രയായിരുന്നു. 33 ദിവസം യൗസേപ്പിൻ്റെയും മറിയത്തിൻ്റെയും കരം പിടിച്ചുള്ള ഒരു ആത്മീയ യാത്ര. യഥാർത്ഥത്തിൽ ഈ ഭൂമിയിലെ ജീവിതം മുഴുവൻ ഒരു യാത്രയാണ്. നമ്മൾ അറിയാത്ത ഒരു ദേശത്ത് നിന്ന് നമ്മുടെ യാത്ര നമ്മൾ ആരംഭിച്ചു. കുറേ കാലം നമ്മൾ ഇവിടെ ജീവിക്കുന്നു. തുടർന്ന് നമ്മൾ വീണ്ടും ആ ദൈവഭവനത്തിലേക്ക് മടങ്ങിപ്പോകുന്നു. ഈ ദിവസം നിങ്ങൾ ചിന്തിക്കുക, പ്രത്യേകിച്ചും വിവിധങ്ങളായ രാജ്യങ്ങളിലേക്കും സമൂഹങ്ങളിലേക്കുമൊക്കെ കുടിയേറിയിരിക്കുന്ന മനുഷ്യരെക്കുറിച്ച് ചിന്തിക്കുക. വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ചും ഗൾഫ് നാടുകളിൽ, ഡെവലപ്ഡ് ആയിരിക്കുന്ന മറ്റ് ഭൂഖണ്ഡങ്ങളിലേക്ക് ഒക്കെ കുടിയേറിയിരിക്കുന്ന മനുഷ്യരുണ്ട്. കുടിയേറ്റം പല കാരണങ്ങൾ കൊണ്ടാണ്. ഉന്നതമായ വിദ്യാഭ്യാസം കിട്ടാൻ, നല്ല സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാൻ, ഇങ്ങനെ മനുഷ്യർ കുടിയേറാറുണ്ട്. ഇതുപോലെ തന്നെ ഒരുപക്ഷെ ഇതിനേക്കാൾ വേദനാജനകമായ കുടിയേറ്റമാണ് വിദ്വേഷം, യുദ്ധം, കലഹങ്ങൾ, ജീവൻ രക്ഷിക്കാനുള്ള ഓട്ടം. ഇതിൻ്റെ എല്ലാം ഭാഗമായി കുടിയേറുന്നത്. തിരുക്കുടുംബം കുടിയേറ്റത്തിൻ്റെ കുടുംബമായിരുന്നു. അന്ന് മറിയം ഗർഭിണിയായിരുന്ന സമയത്ത് തന്നെ നസ്രത്തിലായിരുന്ന അവർ ബെത്ലഹേമിലേക്ക് പോയി. ബെത്ലഹേമിൽ നിന്ന് ഈജിപ്തിലേക്ക് പോയി. ഈജിപ്തിൽ നിന്ന് ബെത്ലഹേമിലേക്ക് വീണ്ടും വന്നു. അവിടെ നിന്ന് വീണ്ടും നസ്രത്തിലേക്ക് വന്നു. ഇങ്ങനെ ഒരു യാത്രയാണ്. സത്യത്തിൽ അന്ന് ഈജിപ്തിൽ പോയപ്പോൾ ആരാണ് അവർക്ക് ഭക്ഷണം കൊടുത്തത്? ആരാണ് അവർക്ക് പാനീയം കൊടുത്തത്? ഏതെങ്കിലും ഒരു നല്ല ശമറിയാക്കാരൻ അവിടെ ഉണ്ടായിട്ടുണ്ടാകും. ഒരു പക്ഷെ ഇതുകൊണ്ട് കൂടി ആയിരിക്കണം ഈശോ തൻ്റെ പരസ്യകാല ജീവിതത്തിൽ നല്ല ശമറിയാക്കാരനെ കുറിച്ച് പറയുമ്പോൾ സ്വന്തം സമൂഹത്തിലുള്ളവരല്ല ശുശ്രൂഷിക്കുന്നത്, ദൈവത്തിൻ്റെ മകനായി അവിടെ രൂപാന്തരപ്പെടുന്നത്. മറിച്ച് പുരോഹിതനും ലേവായനും ഒക്കെ വഴിമാറി മാറി പോയപ്പോൾ ദൈവത്തിൻ്റെ മകനായി രൂപാന്തരപ്പെട്ടത് കരുണ കാണിച്ച മകനാണ് എന്ന് പ്രത്യേകം, സമറിയാക്കാരനാണ് എന്ന് പ്രത്യേകം ഈശോ സൂചിപ്പിച്ചു. ഇത് ഈശോയുടെ അനുഭവമാണ്, തിരുക്കുടുംബത്തിൻ്റെ അനുഭവമാണ്. അന്ന് ഈജിപ്തിലേക്ക് പോയപ്പോൾ ഒട്ടേറെ വിഗ്രഹാരാധനകളുള്ളതും അന്യദൈവങ്ങളുടെ പിറകെ പോവുകയും വിശ്വാസങ്ങളൊന്നും സൂക്ഷിക്കാത്തതുമായിട്ടുള്ള ധിക്കാരികളുള്ളതുമായ ഒരുപാട് ദേശങ്ങളിലേക്കാണ് അവർ പോയത്. പക്ഷേ അവിടെയും സ്വർഗത്തിലെ ദൈവം തിരുക്കുടുംബത്തിന് വേണ്ടി നല്ല സമറിയക്കാരെ ഒളിപ്പിച്ചു. ഇനി ഈശോ മനുഷ്യൻ്റെ അന്ത്യവിധിയെക്കുറിച്ച് പറയുന്ന ഭാഗം നിങ്ങൾ ഓർക്കുക. മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിലാണ്. എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു, ദാഹിച്ചു, കുടിക്കാൻ തന്നു, നഗ്നനായപ്പോൾ ഉടുപ്പിച്ചു, പരദേശിയായിരുന്നപ്പോൾ സ്വീകരിച്ചു, കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ എന്നെ വന്ന് കണ്ടു, രോഗിയായിരുന്നപ്പോൾ എന്നെ ശുശ്രൂഷിച്ചു, അതുകൊണ്ട് നിങ്ങൾ നിത്യതയിലേക്ക് പ്രവേശിക്കുക. സഹോദരങ്ങളെ, ഇത് ആരുടെ അനുഭവമാണ്? ഇത് തിരുക്കുടുംബത്തിൻ്റെ അനുഭവമല്ലാതെ മറ്റാരുടെ അനുഭവമാണ്? വിശന്നപ്പോൾ ഭക്ഷിക്കാൻ കിട്ടിയത്, ദാഹിച്ചപ്പോൾ കുടിക്കാൻ കിട്ടിയത്, പരദേശിയായിരുന്നപ്പോൾ പാർപ്പിക്കാനുള്ള ഭവനം കിട്ടിയത് ആരുടെ അനുഭവമാണ്? ഇവരുടെ തന്നെ അനുഭവമാണ്. നമ്മുടെ യൗസേപ്പിനെ കുറിച്ച് ചിന്തിക്കുക. ഈശോയ്ക്ക് വിശന്നപ്പോൾ ഭക്ഷിക്കാനായി യൗസേപ്പ് കൊടുത്തതുപോലെ കൊടുക്കാൻ നമുക്ക് ആർക്കെങ്കിലും സാധിക്കുമോ? ഈശോയ്ക്ക് ദാഹിച്ചപ്പോൾ അതുപോലെ കൊടുക്കാൻ യൗസേപ്പിന് പറ്റിയതുപോലെ നമുക്ക് ആർക്കെങ്കിലും കഴിയുമോ? നഗ്നനായിരുന്നപ്പോൾ ഉടുപ്പിക്കാനും പരദേശിയായിരുന്നപ്പോൾ സ്വീകരിക്കാനും ഒക്കെ കഴിഞ്ഞത് അവന് മാത്രമല്ലേ? പരദേശിയെപ്പോലെ അവർ വലയുന്ന സമയത്ത് ഈശോയുടെ മാറിലല്ലേ അവൻ വിശ്രമിച്ചത്? അതെ, നമ്മുടെ ഈ യാത്ര ഒരു പരദേശവാസമാണ്. നമ്മൾ ഈ ഭൂമിയുടെ മാത്രം ഭാഗമല്ല. നമ്മൾ ഇവിടെ ജീവിക്കുന്ന കാലത്ത് എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്: അതെ, എനിക്കൊരു സ്വർഗഗേഹമുണ്ട്, എനിക്ക് ഒരു യഥാർത്ഥ ഭവനമുണ്ട്, എൻ്റെ ഭവനം സ്വർഗഭവനമാണ്.
ആ ഭവനമായതുകൊണ്ട് അവിടേക്ക് കൂടി എൻ്റെ പ്രിയമുള്ളവരെ എല്ലാം ചേർത്ത് വെച്ച് എനിക്ക് പോകാനായിട്ട് കഴിയണം. എങ്കിൽ മാത്രമേ എൻ്റെ ജീവിതം അനുഗ്രഹീതമാകൂ. ഓരോ ആത്മാവിന് വേണ്ടിയും സ്വർഗം കാത്തിരിക്കുകയാണ്. അവസാന പാപി മടങ്ങി വരും വരെയും സ്വർഗപിതാവിന് വിശ്രമമില്ല, സ്വർഗപിതാവിന് ഉറക്കവുമില്ല. സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ആത്മാക്കളെയും ദൈവത്തിൽ ഒന്നു ചേർക്കാൻ ഞങ്ങളെ അനുവദിക്കണമേ. ഒപ്പം കുടിയേറ്റത്തിൻ്റെ വേദനകൾ അനുഭവിക്കുന്നവർ, ഈ കോവിഡിൻ്റെ കാലത്തിൽ ദാരിദ്ര്യവും കഷ്ടതകളും അനുഭവിക്കുന്ന മനുഷ്യരെ സാധിക്കുന്ന വിധത്തിലെല്ലാം സഹായിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അങ്ങനെ നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് സ്വർഗത്തിന് വേണ്ടി ഞങ്ങളെ തന്നെയും മറ്റുള്ളവരെയും ഒരുക്കുവാൻ വന്യനായ യൗസേപ്പേ, ഞങ്ങൾക്ക് നീ കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയിലേക്ക് തിരിഞ്ഞ് സ്നേഹത്തോടെ നമ്മുടെ പ്രാർത്ഥനകളെ നമുക്ക് ഉയർത്താം. ഈശോയെ, ഞങ്ങൾ ഈ ഭൂമിയുടെ മാത്രം സ്വന്തമല്ല എന്നും ഞങ്ങളുടെ യഥാർത്ഥ ഭവനം സ്വർഗഭവനമാണ് എന്നുള്ള ചിന്ത ഞങ്ങളിൽ ഉറപ്പിക്കണമേ. സ്വർഗത്തെക്കുറിച്ചുള്ള പ്രത്യാശ കൊണ്ട് ഞങ്ങളുടെ മനസ്സിനെ നിറയ്ക്കണമേ. തിന്മകളിൽ നിന്നെല്ലാം മാറി നിൽക്കുവാൻ ഞങ്ങളെ അനുവദിക്കണമേ. ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവാനുള്ള കൃപ നീ ഞങ്ങൾക്ക് തരണമേ. കർത്താവേ, വിശ്വാസത്തിൽ ഞങ്ങളെ ആഴപ്പെടുത്തണമേ. സ്നേഹത്തോടെ എല്ലാ കുടിയേറ്റ വാസികളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. പരിചിതമല്ലാത്ത ഭാഷയിലും സംസ്കാരത്തിലും ജീവിക്കുന്നവർ, ജീവിതത്തിൻ്റെ വിവിധങ്ങളായ കോണുകളിൽ കഷ്ടപ്പെടുന്നവർ, ഒപ്പം നിത്യതയെക്കുറിച്ചുള്ള ചിന്തയൊന്നുമില്ലാതെ കഴിയുന്ന മനുഷ്യർ, അവർക്കൊക്കെയും സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്ത കൊണ്ട് തിരുക്കുടുംബം ഈ ദിവസം നിറയ്ക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ഈശോയെ, ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു, ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. സ്വർഗത്തിൽ ഇടമൊരുക്കാൻ മുൻപേ പോയ സ്നേഹനാഥ, സ്വർഗത്തിൽ ഇടമൊരുക്കാൻ മുൻപേ പോയ സ്നേഹനാഥ, സ്വർഗയാത്ര ചെയ്തിടുവാൻ ലോകമാർഗം വെടിയുന്നു ഞാൻ. സ്വർഗയാത്ര ചെയ്തിടുവാൻ ലോകമാർഗം വെടിയുന്നു ഞാൻ. അങ്ങയെ സ്നേഹിക്കുന്നു ഞാൻ, അങ്ങയോട് ചേർന്നിരിക്കുന്നു. സഹോദരങ്ങളെ, നാളെ നമ്മുടെ ശുശ്രൂഷയുടെ സമാപന ദിവസമാണ്. വളരെ കാര്യമായി പ്രാർത്ഥിച്ചൊരുങ്ങി സ്നേഹത്തോടെ ശുശ്രൂഷയിൽ പങ്കുകാരാകുവാൻ നിങ്ങളെല്ലാവരും ശ്രമിക്കുമല്ലോ. നാളത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ പ്രത്യേകിച്ചും യൗസേപ്പിനായി നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കുന്ന സമയമാണ്, ദിവസമാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ കുരിശോ ജപമാലയോ ചേർത്ത് വെച്ച് വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാനായി പ്രത്യേകം ശ്രമിക്കുക. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കും. നാം കാത്തു സൂക്ഷിച്ച ഈ ദിവസങ്ങളിൽ പ്രത്യേകമായി ഉയർത്തിയ നിയോഗങ്ങളെ ഒരിക്കൽ കൂടി ഓർത്തുകൊണ്ട് നമുക്ക് ലുത്തിനിയ ചെല്ലാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ലോകരക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പരിശുദ്ധാത്മാവായ ദൈവമേ,
ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ വിശിഷ്ട സന്താനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പൂർവ്വപിതാക്കന്മാരുടെ വെളിച്ചമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവമാതാവിന്റെ വിരക്ത ഭർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവപുത്രന്റെ പാലകനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുകുടുംബത്തിന്റെ നാഥനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എത്രയും നീതിമാനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്യന്തം നിർമ്മലനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എത്രയും ശക്തനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്ഷമയുടെ ദർപ്പണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാരിദ്ര്യത്തിന്റെ സ്നേഹിതനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തൊഴിലാളികളുടെ മാതൃകയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകകളുടെ സംരക്ഷകനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബങ്ങളുടെ ശക്തിയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വേദനിക്കുന്നവരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ പ്രത്യാശയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിശാചുക്കളുടെ പേടി സ്വപ്നമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുസഭയുടെ സംരക്ഷകനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മരിക്കുന്നവരുടെ ശരണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ ഏറ്റവും പരിശുദ്ധിയായ മാതാവിൻ്റെ വിരക്ത ഭർത്താവായ വിശുദ്ധ യൗസേപ്പിൻ്റെ യോഗ്യതകളാൽ ഞങ്ങൾക്ക് സ്വയം പ്രാപിക്കാൻ കഴിയാത്ത കൃപകൾ അങ്ങേയറ്റം അനുഗ്രഹിക്കപ്പെട്ട ഈ പുണ്യപിതാവിൻ്റെ മധ്യസ്ഥത്തിലൂടെ പ്രാപിക്കുവാൻ ഞങ്ങൾക്കിടയാക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ യാചിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. ആരാധനാ ഗീതം പാടി ഞാൻ അങ്ങയെ ആരാധിക്കുന്നേ. ആരാധനാ ഗീതം പാടി ഞാൻ അങ്ങയെ കുമ്പിടുന്നേ. ആശ്വാസമേ കണമേ, ആനന്ദമേ കണമേ, ആശ്വാസമേ